കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറന്റെ മുമ്പിൽ എന്റെ നിരപരാധിത്വം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ. നെവിൻ ഒഴികെ. നെവിൻ മാത്രമാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്. പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കി എന്ന ഓമന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മുതലെടുപ്പാണല്ലോ സജി. അങ്ങനെ തന്നെയാട്ടോ എനിക്ക് ഇക്കാര്യത്തിൽ ചോദിക്കാനായിട്ട് തോന്നുന്നത്. അല്ല, അക്ബറിന്റെ വിഷയവും ഈ പറയുന്ന ദീപകിന്റെ വിഷയവും തമ്മിൽ എങ്ങനെയാണ് ചേരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയാണ്. ആ റിയാലിറ്റി ഷോയിൽ വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പലതും വിളിച്ചു പറഞ്ഞെന്ന് വരും, പല കാര്യങ്ങൾ അവിടെ ഉണ്ടായെന്ന് വരും. പക്ഷേ അത് കോടിക്കണക്കിന് ജനങ്ങൾ ലൈവായിട്ടിരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അവിടെ എന്ത് നടന്നു എന്നുള്ളത് കാണുന്ന നമുക്കറിയാവുന്ന ഒരു കാര്യം. അത് എന്താണെന്ന് അവരുടെ അക്ബർ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യകത പോലും നമുക്ക് അവിടെ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അക്ബർ ദീപകിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന് ഈ ടോപ്പിക് വന്ന് സംസാരിക്കുന്നത്. ബിഗ് ബോസിലെ കുറച്ചു നാൾ മുന്നേ എനിക്കൊരു ഓമന പേര് കിട്ടി, ജാക്കി എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരൊറ്റ തവണയെങ്കിലും അങ്ങനെ ഒരു വാക്ക് അനുമോള് വിളിച്ചതായിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അക്ബറിന്? അല്ല, ഞങ്ങളാരും കേട്ടിട്ടില്ല അനുമോള് അങ്ങനെ ഒരു പേര് വിളിച്ചത്. അക്ബറിനെ അങ്ങനെ ഒരു പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്തുള്ള ജനങ്ങളാണ്. വിളിക്കാനുള്ള റീസൺ അന്ന് ബസ്സിൽ നിൽക്കുന്ന പോലെ എന്തിനാ നിൽക്കുന്നത് എന്നൊരു വാചകമാണ് അവിടെ അനുമോള് ചോദിച്ചതിനോട് ഞാൻ അന്നും യോജിക്കുന്നില്ല, ഇന്നും യോജിക്കുന്നില്ല. കാരണം ആ ഒരു ദുരിതശത്തോടു കൂടിയല്ല അക്ബർ അവിടെ നിന്നതെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ നിങ്ങൾ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തിനെ അക്ബർ എന്തൊക്കെ മോശം വേട് പറഞ്ഞിരിക്കുന്നു. രേണുസുധിയെ എന്താണ് വിളിച്ചത്? അപ്പോ അക്ബർ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്നിരിക്കെ അവിടെ ബസ്സിൽ നിൽക്കുന്ന പോലെ എന്തിനാ നിൽക്കുന്നത് എന്ന് ചോദിച്ചതിനെ ഇവിടെ ജാക്കി എന്ന് ഓമന പേരിട്ട് എന്നെ വിളിച്ചു എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണോ എന്റെ പൊന്ന് അക്ബറെ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ഇനി അതും പോട്ടെ, ദീപകിന്റെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദീപകിന്റെ ഈ ഒരു വിഷയം ആ ബസ്സിലുള്ള ഒരാള് പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബസ്സിലെ കണ്ടക്ടറും കിളിയിടും ഒക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു കംപ്ലൈന്റ് നടന്നിട്ടില്ല, അങ്ങനെ വീഡിയോ എടുത്തത് അറിഞ്ഞിട്ടില്ല, അങ്ങനെ രണ്ടുപേര് ബസ്സിലുള്ളത് പോലും അവരാരും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് അവിടെ എന്ത് നടന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ദീപകിനെ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് പേര് ആ വീഡിയോ കാണുന്നു. ദീപകിനെ ചേർത്ത് നിർത്തുന്നവരും ദീപകിനെ കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ ഉണ്ട് അക്കൂട്ടത്തിൽ. അവിടെ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്താണ് ദീപകിന് അത് ഹേർട്ടാവുന്നു. തൻ്റെ ഫാമിലി അറിഞ്ഞാൽ, തൻ്റെ കുടുംബക്കാര്, അതുപോലെ തന്നെ തൻ്റെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർ ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ താനൊരു മോശക്കാരനാവില്ലേ, താൻ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഇത്രയും വൃത്തികെട്ടവനായി ചിത്രീകരിച്ചില്ലേ എന്നൊരു കുറ്റബോധം, അല്ലെങ്കിൽ വിഷമം. കുറ്റബോധം എന്നല്ല അവിടെ പറയേണ്ടത്, അത്രയും മാനസികമായിട്ട് തകരുന്ന ഒരു അവസ്ഥയിലാണ് ദീപക് അവിടെ സൂയിസൈഡ് എന്നൊരു കാര്യം ദീപക് അവിടെ തെരഞ്ഞെടുത്തത്. അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചത് ഒരു പെൺകുട്ടി കാരണം അത് സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും അത് ലൈവായിട്ടിരുന്ന് കാണുന്നതാണ് അവിടെ എന്ത് നടന്നു എന്നുള്ളത്. ഇനി പരസ്പരം അവർ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കും ആ ഒരു ആരോപണം നേരിടേണ്ടി വന്നു. ഞാനും അതിനെതിരെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഒരാൾ പോലും എനിക്ക് വേണ്ടി സംസാരിച്ചില്ല. ആകെ നെവിൻ മാത്രമാണ് സംസാരിച്ചത്. ഒരാൾ പോലും ചോദ്യം ചെയ്തില്ല എന്ന് പറയുന്നതൊക്കെ എന്താണത് അക്ബറെ? ഒരു കിട്ടിയ അവസരത്തിന് വന്നിട്ട് ആ പിടിവള്ളിയിൽ പിടിച്ചങ്ങ് കയറിക്കൊണ്ട് അനുമോളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സമയത്ത് പ്രേക്ഷകരെല്ലാവരും കൂടിയിട്ട് ശരിയാണ് അക്ബർ എന്നങ്ങനെ പറഞ്ഞത് ശരിയാണ്, അക്ബറിനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അനുമോൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അനുമോൾക്കെതിരെ പറയും എന്ന് കരുതിയിട്ടാണോ ഇപ്പോൾ വന്നിട്ട് അക്ബറിന്റെ ഈ ഒരു പ്രസ്താവന? ദീപകിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാം, ദീപകിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. പക്ഷേ അതിൽ തൻ്റെ കാര്യം കുത്തിക്കയറ്റുന്നത് അത് മോശമായി പോയി എൻ്റെ മുന്നേ അക്ബറെ എന്നാണ്. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് അക്ബറിനെ തന്നെ അറിയാം. ഞങ്ങൾ എല്ലാവരും ഒരു കണ്ട കാര്യം, അവിടെ അങ്ങനെ ഒരു വേഡ് അവിടെ ആരും വിളിച്ചിട്ടില്ല. അതായത് ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് അങ്ങനെ ഒരു വേട് ആരും ഓമന പേരിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല. ഇനി പുറത്തുള്ള ജനങ്ങള് അക്ബറിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അക്ബറാണ്. കാരണം അക്ബറിന്റെ അവിടുത്തെ പ്രവർത്തികളും കാര്യങ്ങളും വെച്ച് അക്ബറിന്റെ അടുത്ത് കട്ട
കട്ടക്കലിപ്പ് എന്ന് പറഞ്ഞാൽ കട്ടക്കലിപ്പിൽ നിൽക്കുന്ന അക്ബറിനോട് ഇഷ്ടമില്ലാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടല്ലോ. അവരാണ് കിട്ടിയ ചാൻസിന് അക്ബറിനെ എങ്ങനെ ഒരു പേരിടാം എന്ന് ആലോചിച്ചുകൊണ്ട് അക്ബറിന് ഒരു പേരിട്ടിട്ടുള്ളത്. പുറത്ത് കുറെ പേര് അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാം. അത് വിളിച്ചിട്ടുള്ളത് ഒരിക്കലും അവിടെ അനുമോള് പറഞ്ഞിട്ടല്ല, അനുമോൾ ഇങ്ങനെ ഒരു പേരിട്ട് വിളിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അനുമോൾ അവിടെ കുറ്റപ്പെടുത്തുന്നതിനോട് നമുക്ക് യോജിക്കാനായിട്ട് കഴിയില്ല. അത് അക്ബർ ഒന്ന് മനസ്സിലാക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ എന്റെ കാര്യം കൂടി അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. തനിക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് ഒക്കെ ഇതിലോടുകൂടി ഇല്ലാണ്ടാക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് നന്നാവില്ല എന്ന് ഇവിടെ എനിക്ക് പറയാനുള്ളത്. കിട്ടിയ അവസരത്തിന് നമ്മൾ ഒരു പിടിവള്ളി കിട്ടുമ്പോൾ പിടിച്ചു കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അക്ബർ അവിടെ മോശമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം മാത്രമാണ്. അവിടെ അനുമുള്ള പുറകിലായിട്ട് വന്ന് നിന്ന് അവിടെ ആ പാവെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് അക്ബർ നടത്തിയത്. ആ സമയത്ത് ദേഷ്യം വന്നിട്ട് കലിപ്പ് വന്നിട്ട് ഗെയിമിന്റെ ഭാഗമായിട്ട് ഒക്കെ പറഞ്ഞ ഒരു വാചകത്തിനെ മറ്റൊരു രീതിയിലാക്കിയിട്ട് ഇപ്പോൾ ദീപകിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് അക്ബറിന്റെ അടുത്ത് പറയാനുള്ളത്. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞു. അനുമോള് നിങ്ങൾക്കെതിരെ ഒന്നും ഒരാൾക്കെതിരെ പോലും വന്ന് വീഡിയോ ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അനുമോള്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗെയിമിന്റെ ഭാഗമായിരുന്നു എന്ന് അനുവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെ വെച്ച് എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, അതിനുശേഷം അനുവിനെ നീ ഈ പറയുന്ന അക്ബർ മീറ്റ് ചെയ്തിട്ടില്ലേ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് പറഞ്ഞ് സോൾവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനൊരു വിഷയം, അതും വളരെ ഗൗരവമായ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയിൽ നടന്ന ഗെയിമിന്റെ ഭാഗമായി നടന്ന ഒരു വിഷയം കൊണ്ടുവന്ന് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയവുമായി താരതമ്യം ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അത് നിങ്ങൾ നേരിട്ട് കണ്ടു നിന്ന് സംസാരിച്ച് അത് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വീഡിയോയിൽ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുക. അല്ലാതെ ഇവിടെ വന്ന് ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്ന് വീഡിയോ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ അതിനുള്ള സമയമല്ല. അത് ഇപ്പൊ ഞാൻ അക്ബറിനെ ഉപദേശിക്കാനൊന്നും വിചാരിച്ചേക്കരുത് കേട്ടോ. എന്തായാലും അക്ബറിനെ ഉപദേശിക്കാനൊന്നും നമ്മളാളല്ല. കാരണം ഈ ദീപകിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടി ചെയ്ത തെണ്ടിത്തരം, ഒരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ ആ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ സമയത്ത് ഇതുപോലുള്ള സില്ലി മാറ്ററുകൾ ഇതുമായി വന്ന് താരതമ്യം ചെയ്യരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബസ്സിൽ ഈ എന്താ പറയുക, സീരിയസ് ആയിട്ട്, അതായത് ഇപ്പൊ ഈ ദീപകിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ കയറി പിടിക്കുകയും വളരെ ഉപദ്രവകരമായ രീതിയിൽ ബസ്സിൽ ജെൻസ് സ്ത്രീകളോട് പെരുമാറുന്ന സിറ്റുവേഷൻ വരെയുണ്ട്. പക്ഷേ ഇപ്പോ അതായത് ഒരാളുടെ അടുത്ത് ഫേക്ക് അലഗേഷൻ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ റിയൽ ആയിട്ട് അങ്ങനെ സംഭവിച്ചാൽ പോലും അവിടെ കൂടെയുള്ള ജനങ്ങൾക്ക് ഡൗട്ടാവും. പെൺകുട്ടി പറയുന്നതാണോ ശരി, ആൺകുട്ടി പറയുന്നതാണോ ശരി എന്നുള്ള കാര്യത്തിൽ ഇനി കാണുന്ന അല്ലെങ്കിൽ ഒപ്പമുള്ളവർക്ക് സംശയം വരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലുത്. അതായത് നീതി വേണ്ട സ്ത്രീകൾക്ക് പോലും നീതി കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം നടക്കുന്ന സമയത്ത് അക്ബർ വന്ന് നിന്ന് ഇതുപോലുള്ള താരതമ്യങ്ങളും താരതമ്യ പഠനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിക്കാൻ വരുന്നത് വളരെ മോശമായ ഏർപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാനായിട്ട് മറക്കരുത്.